നമ്മൾ താണ്ട് ഇന്ന് ലോഡും കെട്ടി ഏകദേശം ഒരു 12:30 ആയപ്പോഴത്തേന് 12:30 ആയില്ല 12 മണി കണ്ടായതേ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങോട്ട് വന്ന് വിശന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല. അങ്ങനെ കണ്ട നമ്മൾ കഴിക്കാനായിട്ട് വന്നാണ്ട് ഈ കൊച്ചൊരു കട ഉണ്ടോ, ഇവിടാണ് കഴിക്കാനായിട്ട് വന്നത്. ആ യൂട്യൂബിലൊക്കെ വൈറലായ കട കേട്ടോ, നല്ലതാണ്ട. ഇവിടെ വേറെ പ്രത്യേകത, ഇവിടെ മൺകലത്തിലാണ് ചോറും ബിരിയാണി എല്ലാം വെക്കുന്നത്. അത് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ താണ്ട ഇലയൊക്കെ കഴുകി എല്ലാം ചിക്കൻ റൈസും പോട്ടെ, ചിക്കൻ സാപ്പാട്, മട്ടൺ സാപ്പാട്. വെജിറ്റേറിയൻ അല്ല കേട്ടോ, നോൺ വെജാണ്, ഫുള്ളും നോൺ വെജാണ്. അതിനോട് സൈഡ് ഡിഷായിട്ടുള്ളതും നോൺ വെജ് ഐറ്റംസ് തന്നെ. കുടൽ കറി, പിന്നെ ചിക്കൻ തോരനും, അങ്ങനെ കുറേ ഐറ്റംസാണ്. അതുകൊണ്ട് ഈ സൈഡ് ഡിഷായിട്ട് വെക്കുന്ന മൊത്തം ഇതാ നോൺ വെജ് ഐറ്റംസാണ്. വെജൊന്നുമില്ല ഇവിടെ. വെജായിട്ടുള്ളതുണ്ട്, രസം, മോര്, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ട് നല്ല തമിഴ്നാട് സ്റ്റൈൽ ചോറും, പിന്നെ അതിൻ്റെ കൂടെ ഒരു പായസമാണ് കേട്ടോ. പായസം കൊള്ളായിരുന്നു കേട്ടോ, നല്ല അടിപൊളി പായസമായിരുന്നു. ഇത് നമ്മളവിടുത്തെ മറ്റേ ചൗവരിയില്ലേ, നമ്മൾ പായസത്തിനകത്ത് ഇടുന്നത്, ആ ചൗവരി പായസം കേട്ടോ, കൊള്ളായിരുന്നു കേട്ടോ. ആ മട്ടൻ കറി എല്ലാം ആണ്. അപ്പോൾ നമ്മൾ ഈ കട എവിടെയാണെന്ന് ലൊക്കേഷൻ പറഞ്ഞില്ല. ഇത് നമ്മളെ കുറ്റാലമില്ലേ, തെങ്കാശി കുറ്റാലത്ത് നിന്ന് അംബാസമുദ്രം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന വഴിക്കുള്ളൊരു കടയാണ്. ഇച്ചിരി അത്യാവശ്യം ഫേമസ്, തിരക്കിയാലൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ കണ്ട മട്ടൺ റൈസാണ് മേടിച്ചത്. മട്ടൺ റൈസല്ല, മട്ടൺ സാപ്പാട്. മട്ടൺ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി മട്ടൻ കറി. നമ്മുടെ നാട്ടിലെ മട്ടൻ കറി കണക്കല്ല, അല്ലെ നമ്മുടെ നാട്ടിലെ കറി കണക്കല്ല, വേറെ ടേസ്റ്റ് ഉള്ളൊരു കറിയായിരുന്നു. പക്ഷേ അത് അടിപൊളി, നമുക്ക് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. ചിക്കൻ കറിയൊക്കെ നല്ല കേട്ടോ. പിന്നെ അതിനോട് നമ്മളൊരു ഓംലെറ്റും പറഞ്ഞു. ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ കണക്കുള്ള ഓംലെറ്റ്, ബണ്ണ് കണക്കിരിക്കുന്ന ഓംലെറ്റ്, ചെറിയ നമ്മളെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. പക്ഷെ അതിലിച്ചിരി എണ്ണയായിരുന്നു, എന്നാലും കുഴപ്പമില്ല അത്. അങ്ങനെ നമ്മൾ റൈസും കറിയെല്ലാം മേടിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു ചിക്കൻ കൂടെ പറഞ്ഞു. ചിക്കൻ കറി നമ്മുടെ നാട്ടിലെ കറി കണക്കാണ് കേട്ടോ, ഏകദേശം അതേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ. വലിയ റേറ്റൊന്നുമില്ല. നമുക്ക് ഉച്ചയ്ക്കൊക്കെ നല്ല അവിടെ വരുമ്പോൾ നമ്മൾ ആ പ്രദേശങ്ങളെ വെച്ച് നല്ല രീതിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നൊരു കട തന്നെ ഇത്. കാണുമ്പോൾ നമുക്ക് കാണാനൊക്കെ ഇച്ചിരി അകത്തോട്ടേക്കുക ചെറിയൊരു കട കണക്കൊക്കെ തോന്നും. പക്ഷെ അവിടെ നമ്മളൊരു 1 മണിയൊക്കെ സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നിന്ന് ഇരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കാണ്. ഇതിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ലോഡ് എടുത്തുകൊണ്ട് അവിടെ ഓപ്പൺ ചെയ്ത സമയത്ത്, അവിടെ കാര്യങ്ങളെല്ലാം ആയ സമയത്ത് നമ്മൾ ചെന്നുകൊണ്ടാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്ത. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. 1 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, നമുക്ക് അവിടെ വെയിറ്റ് ചെയ്തിട്ട് വേണം കയറിക്കുക, അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു സദ്യയായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. ഇതാണ് അവിടുത്തെ ഓണർ. പുള്ളി ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ചോറും കാര്യങ്ങളും കുറച്ച് ബിരിയാണിയും കൊണ്ട് തന്നെ കേട്ടോ. ഇന്നത്തെ ബിരിയാണി എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയാം. അതും നമ്മൾ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇനിയും കാണാം.